ഈ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നു. അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒരു പണക്കാരനെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെ സമീപിക്കുന്നു. നിയമ പ്രശ്നമാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നു. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നു. ഓരോ രംഗത്തും നിങ്ങൾക്ക് ആശ്വാസവും സഹായവും പകർന്നു നൽകാൻ ശേഷിയുള്ള ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങൾ സമീപിക്കുകയും കാര്യങ്ങൾ പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് കോൾഡ് ആശ്വാസം കിട്ടും. അത് റിയൽ ആശ്വാസമാണ്, ഉള്ളതാണ്, അത് സാധുവാണ്, വാലിഡാണ്. നിങ്ങൾ ഈ പറയുന്ന സാധനം ഫുൾ ഉടായ്പാണ്. നിങ്ങൾ വെറുതെ ഈ സാധനം സമർപ്പിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഒരു ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം 3 B ആണ്: ബെഗ്, ബ്രാഗ് ആൻഡ് ബ്രാഗ്. ജീവിതം കാലം മുഴുവൻ നിരത്തി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്താണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ മനസമാധാനം വേണമെന്നൊക്കെ പറയാം. അപ്പം പല പല കാര്യങ്ങൾ പറയും. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, കുറേയൊക്കെ നിങ്ങൾ തന്നെ നടപ്പിലാക്കും. ഇപ്പൊ MBBS ജയിക്കണം, എനിക്ക് MBBS തരണമേ ഇന്നാര് എന്ന് പറയും.